Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതായത് ബട്ടർസ്കോച്ച് എഗ് പുഡിംഗ് ആണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതൊന്ന് സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊന്ന് കാരമലൈസ് ചെയ്യാം. ഇപ്പോൾ സൈഡൊക്കെ കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തൊരു സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ഡാർക്ക് ബ്രൗൺ ആകാൻ നിൽക്കണ്ട, അപ്പം കയ്പ്പ് രസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പം തന്നെ ഇതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ബട്ടറാണ്. പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബട്ടറാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇതിപ്പോൾ സ്റ്റൗ ഒക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തണുത്ത പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഉള്ളിലുള്ള കാരമലൈസ് ചെയ്ത ഷുഗറൊക്കെ കട്ടിയായി പോവും. കുഴപ്പമില്ല. ഇനി പാൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് മെൽട്ടായിട്ട് ചേർന്നോളും. ഇനി ഇത് നന്നായിട്ട് പാലൊന്ന് തിളച്ച് ഈ കാരമലൈസ് ചെയ്ത ഷുഗറൊക്കെ ഒന്ന് അതിലേക്ക് അലിഞ്ഞ് ചേരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഷുഗറൊക്കെ ഇനി നന്നായിട്ടൊന്ന് മെൽട്ടാവട്ടെ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് പാലിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് അവിടെ മാറ്റി വെക്കാം. ഇവിടെ ഞാനൊരു ടിന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു 4 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർസ്കോച്ച് മിക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഒരു നിർബന്ധമില്ല ആഡ് ചെയ്യണമെന്ന്. ഇതിന് പകരം വേണമെങ്കിൽ വാനില എസൻസും ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒന്നും ചേർത്തില്ലെങ്കിൽ തന്നെ നല്ല ഫ്ലേവർ ഈ പുഡിങ്ങിന് ലഭിക്കും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എഗ്ഗ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ആ മിക്സ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ എഗ്ഗിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൽക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഈ മിൽക്കിലേക്ക് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ച് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ബട്ടർ ഗ്രീസ് ചെയ്തിട്ടുള്ള ടിന്നിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ ഒന്ന് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു അരിപ്പ് വെച്ച് ഇങ്ങനെ ഒന്ന് അരിച്ചു കൊടുക്കുക. അപ്പം എഗ്ഗിൻ്റെ എന്തെങ്കിലും ഇങ്ങനെ ബീറ്റാകാതെ കിടക്കുന്ന ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അത് അരിപ്പയിലേക്ക് അങ്ങ് നിന്നോളും. ഈ പുഡിങ് സ്റ്റീം ചെയ്താണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫോയിൽ വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ആവിയൊക്കെ ഇട്ടി പുഡിങ്ങിലേക്ക് വെള്ളം കയറാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു ടൂത്ത് പിക്ക് എടുത്ത് ഈ ഫോയിലിലേക്ക് കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ പുഡിങ്ങിൽ നിന്ന് വരുന്ന ആവിയൊക്കെ അങ്ങ് പുറത്ത് പോയിക്കോളും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി കുറച്ചൊരു വലിയ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് മുകളിൽ ഒരു പാത്രം വെച്ച് ഞാനിവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് സ്റ്റീം ചെയ്യാനുള്ള പുഡിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 35 to 40 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്യണം. നല്ല ആവിയിൽ കിടന്നതൊന്ന് വേവണം. ഇപ്പോൾ ഒരു 35 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. പുഡിങ് കാണാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ ഒരു കത്തിയെടുത്ത് ഇങ്ങനെ അതിന് സെൻറ്ററിലേക്ക് ഒന്ന് കുത്തി നോക്കാം. അപ്പം ക്ലിയറായി വരുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും.
ഇപ്പോൾ ഇവിടെ ക്ലിയറായി വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ പുഡിംഗ് ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ പുഡിങ്ങൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി വേറൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം. നന്നായിട്ട് സൈഡൊക്കെ ആദ്യം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പുഡിങ്ങൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാലൊക്കെ അലിഞ്ഞു പോകുന്നതെന്ന് പറയുന്നില്ലേ, അതുപോലുള്ള ഒരു പുഡിങ് തന്നെയാണിത്. അതുപോലെ തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ എഗ്ഗിൻ്റെ ഒന്നും ടേസ്റ്റ് അങ്ങ് മുന്നിട്ട് നിൽക്കാതെ നല്ലൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറാണ് പുഡിങ്ങിന്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് തന്നെ അറിയിക്കുക. ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.